എക്സസൈസ് 1.1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോവിങ് പെയർസ് ഓഫ് ഇന്റീജേഴ്സ് ആൻഡ് വെരിഫൈങ് ദാറ്റ് LCM ആൻഡ് HCF is equal to product of the two numbers. കണ്ടുപിടിക്കേണ്ട വാല്യൂസുകൾ ഇതൊക്കെയാണ്. 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്? LCM ആൻഡ് HCF കാണണം, പെയർസ് ഓഫ് ഇന്റീജേഴ്സ് ആൻഡ് വെരിഫൈ ദ LCM ഇൻറ്റു HCF is equal to product of the two numbers. കണ്ടുപിടിക്കുന്ന LCMഉം പിന്നെ HCF രണ്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ആൻസർ തന്നെ ആ നമ്പറുടെ പ്രോഡക്റ്റിൽ കിട്ടുന്നതെന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്ട് ഈ ഇക്വേഷനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 26 ആൻഡ് 91. 26 ആൻഡ് 91 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? HCFഉം LCMഉം. HCF ഞാൻ കാണാൻ പോവുകയാണ്. HCF ഓഫ് ഏതൊക്കെയാണ് നമ്പറുകൾ? 26, 91 26ഉം 91ഉം കൂടെ നമുക്ക് നോക്കാം. 26, 91. ഇവിടെ നോക്കൂ, 26ഉം 91 ഇത് വന്നിട്ട് ഈവൻ നമ്പർ, ഇത് വന്നിട്ട് ഓഡ് നമ്പർ. അപ്പം ഈവൻ നമ്പർ കൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു ഓഡ് നമ്പർ കൊണ്ട് നമുക്ക് ഇവ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഓഡ് നമ്പർ ഏതാണ്? ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കൂ, 1ഉം 6ഉം അല്ലേ? 3 × 2 6 കിട്ടും അല്ലേ? പിന്നെ 3 × 7 3 × 7 21 കിട്ടും. അപ്പൊ ലാസ്റ്റ് 21 വരുന്ന ഈ 6ഉം വരുന്നുണ്ട്, 1ഉം വരുന്നുണ്ട്. ഈ 6ഉം ഈ 1ഉം വരുന്നുണ്ട് 3യുടെ ടേബിൾ. അപ്പൊ ഇത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 26 ഒന്നും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3യുടെ നെക്സ്റ്റ് നമ്പർ 3 വരുന്ന അടുത്ത ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 13 ആണ് അല്ലേ? 3 വരുന്ന അടുത്ത ഡിജിറ്റ് 13, അത് കഴിഞ്ഞ് വരുന്നത് 23, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് 13 കൊണ്ടൊന്ന് 26നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 26നെ ഞാൻ ജസ്റ്റ് ഒന്ന് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 13 2 ടൈംസ് ആകുമ്പോൾ 2 × 13 6, 2 × 1 2. അപ്പൊ എന്താണ്? 2 ടൈംസ് 30 26 കിട്ടും. 26 കിട്ടും. ആൻസർ 0 ആവും. അപ്പൊ 13 × 2 26 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി 91 കൂടെ കിട്ടിയാലേ നമുക്ക് ഓക്കെ പറയാം. 13 ആണ് ഇവർ രണ്ടുപേരുടെ കോമൺ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പൊ എന്താണ്? കോമൺ ആയിട്ടുള്ളതായിരിക്കണം, രണ്ടുപേർക്ക് സെയിം ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കണം. അപ്പൊ 13 26 പോകണുണ്ട്, ഇനി 91 പോകണം. 91 തന്നെ ഇവിടെ 3യുടെ ടേബിള് 21 വരുന്നുണ്ട്, 1 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 13 കൊണ്ടൊന്ന് 91നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3യെ നമ്മൾ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 21. അപ്പൊ 13നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 13നെ നമുക്ക് 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 7 × 3s are 21, 2. 7 × 1s are 7. 7 + 2 9. അപ്പൊ 91 കറക്റ്റ് കിട്ടുന്നുണ്ട്. 13ന്റെ ടേബിൾ 7 ടൈംസ് പറയുമ്പോൾ 91 കിട്ടുന്നു. അപ്പം 7 ടൈംസ് പറയുമ്പോൾ 91 കിട്ടുന്നു. ബാലൻസ് 0. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ടുപേരെയും നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 13 കൊണ്ട് 26നെ ഡിവൈഡ് ചെയ്ത ആൻസർ 2, 91നെ ഡിവൈഡ് ചെയ്ത ആൻസർ 7. ഓക്കെ, എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ കിട്ടിയതിന്റെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കും. പക്ഷെ എവിടെയാണെങ്കിലോ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടുപേർക്കുള്ള ഒരു പൊതുവേ ഉള്ള ഒരു നമ്പർ ഇല്ല, ഡിവൈഡ് ചെയ്യാൻ ഒരു നമ്പറും ഇല്ല. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 13 മാത്രമാണ്. ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, അപ്പൊ HCF ആയി. ഇനി അടുത്ത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? HCF കണ്ടുപിടിച്ചതിന് ശേഷം LCM കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം. അപ്പൊ LCMഉം ഇതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി, കിട്ടും. പക്ഷെ ഇത് ഈ ഡിജിറ്റ് ചെയ്ത് സമയം കളയാൻ കാട്ടി നല്ലത് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. കാരണം HCFഉം LCMഉം ഇൻറ്റു ചെയ്ത A × B, ആ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്ത ആൻസർ കിട്ടുമെങ്കിൽ LCM അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ HCF ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ? ഡിവിഷൻ ആവും അല്ലേ? A × B ഡിവൈഡഡ് ബൈ HCF ഓഫ് A, B. ഇതാണ്ട
LCM ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ഡിവൈഡഡ് ഓഫ് HCF ഓഫ് എ കോമ ബി എന്ന ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കുകയാണ്. LCM ഓഫ് എ കോമ ബി ഇസിക്വൽ ടു ഈ എയും ബിയും ആരാണ്? 26ഉം 91. അപ്പോൾ 26,91 ഇസിക്വൽ ടു എന്താണ്? എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എയും ബിയും ഇവിടുത്തെ ആരാണ്? 26ഉം 91. അപ്പോൾ 26 ഇൻറ്റു 91 ഡിവൈഡഡ് ബൈ എന്താണ്? HCF ഓഫ് എ കോമ ബി. HCF ഓഫ് എ കോമ ബി എത്ര കിട്ടിയിരിക്കുന്നു? 13. എ എന്ന് പറഞ്ഞാൽ 26, ബി എന്ന് പറഞ്ഞാൽ 91. അത് രണ്ട് ചെയ്തതിൻ്റെ ആൻസർ 30 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഇട്ട് കൊടുക്കാം? 13 ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 13 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? ഞാൻ LCM കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ദെൻ ഈ 13 കൊണ്ട് 26നെ ഡിവൈഡ് ചെയ്യല്ലോ, നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്താണ് അല്ലേ? 13ന്റെ ടേബിള് ഇവിടെ ഒരു വട്ടം, ഇവിടെ 2 വട്ടം. ഓക്കെ, അപ്പൊ ഇനി ഈ 2ഉം ഈ 91ഉം കൂടെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. 91ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്താൽ മതി. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 9 18. അപ്പോൾ 182 ആണ് LCM. HCFും LCMും കണ്ടുപിടിക്കാൻ പറഞ്ഞു. HCF 13, LCM 182 കണ്ടുപിടിച്ചു. ഇനി അവർ പറഞ്ഞിരിക്കണം എന്താണ്? വെരിഫൈ ചെയ്യണം. എന്തോന്ന്? LCM ഇൻറ്റു HCF ഇസിക്കൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഇത് രണ്ടിൻ്റെയും ഇൻറ്റു എന്ന് പറയുന്നത് ഏത്? ആ രണ്ട് നമ്പറിന്റെ ഇൻറ്റു ആയിരിക്കണം. അതായത് 26 91 ഇൻറ്റുവിന് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഫോർമുല ആയിരിക്കണം. HCFും LCMും ഇൻറ്റു ചെയ്യുമ്പോൾ ഈ രണ്ട് നമ്പർ ഉണ്ടല്ലോ, അത് രണ്ടിൻ്റെയും ഇൻറ്റുവിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്കത് എഴുതാം. HCF ഓഫ് എ കോമ ബിയുടെ ആൻസർ ആണ് 13 ഇൻറ്റു, ഇനി അടുത്ത ഇൻറ്റു ഇട്ടു, അടുത്ത ആരാണ്? LCM ഓഫ് എ കോമ ബി. LCM ഓഫ് എ കോമ ബിയുടെ ആൻസർ എത്രയാണ്? 182 ഇസിക്കൽ ടു എ ഇൻറ്റു ബി. ഇവിടുത്തെ എ ആരാണ്? 26, ബി ആരാണ്? 91. അപ്പൊ 26 ഇൻറ്റു 91. ഓക്കെ, 13ഉം 82 കൂടെ 182 കൂടെ നമുക്ക് ഇൻറ്റു ചെയ്യാം. 182നെ 13 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 കൊണ്ട് 2ന് ഇൻറ്റു ചെയ്ത് 6, 3 ഇൻറ്റു 8 എത്രയാണ്? 188, 28, 16, 38, 24. 24 ആകുമ്പോൾ 4 2, 1 3s are 3, 3 plus 2 5, 1 into 2 2, 1 into 8 8, 1 into 1 1 പ്ലസ് ചെയ്യണം. 6 ഇവിടെ എഴുതി. 4 plus 2 6, 8 plus 5 എത്ര ആയിരിക്കും? 13 ആകുമ്പോൾ 3 ബാലൻസ് 1 പ്ലസ് 1 2. അപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ഞാൻ അത് അവിടെ എഴുതുന്നു. 2366 ഇസിക്കൽ ടു അടുത്ത എന്താണ്? 26ന് 91 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. 26ന് 91, 1 into 6 6, 1 into 2 2, 9 into 6 54 അല്ലേ? 54ന് 4 ബാലൻസ് 5, 9 into 2 18, 18 plus 5 23, 6 2 plus 4 6 3 2. അപ്പം 236 രണ്ടിടത്തും ഈക്വൽ ആണ് അല്ലേ? LCM ഇൻറ്റു ചെയ്തതിൻ്റെ ആൻസറും എ ഇൻറ്റു ബി ഇൻറ്റു ചെയ്തതിൻ്റെ ആൻസറും ഈക്വൽ ആണ്. അപ്പോൾ അവരത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ആൻസർ തന്നെ. ആ 2 നമ്പറിനെ ഇൻറ്റു ചെയ്താലും സെയിം എന്ന് പറയാമെന്ന്. അപ്പോൾ നമ്മളത് ചെയ്തു. വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എങ്ങനെ എഴുതാം? LCM ഇൻറ്റു HCF ഇസിക്കൽ ടു എന്താണ്? ഈ രണ്ട് നമ്പർ 26 ഇൻറ്റു 91 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഫസ്റ്റ് സെറ്റിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ 510 അല്ലെ? 510ഉം 92 ആണ്. നമുക്ക് HCF കണ്ടുപിടിക്കുക. HCF ഓഫ് 510,92. അപ്പൊ 510ഉം 92ഉം ചെയ്യണം.
രണ്ടില് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, ഇവിടത്തേത് 2 ആണ്. സോ ദിസ് നമ്പർ ഈസ് ഈവൻ ആൻഡ് ദിസ് നമ്പർ ഈസ് ഈവൻ. ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട്, ലീസ്റ്റ് നമ്പർ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 510 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൽ 2ന്റെ ടേബിൾ 2 ടൈംസ് 4 അല്ലേ, ബാലൻസ് 1, ഈ 1. 11ൽ 2ന്റെ ടേബിൾ 5 ടൈംസ് 10 കിട്ടും, ബാലൻസ് 1, പിന്നെ ഈ 0. 2ന്റെ ടേബിൾ 10ൽ 5 ടൈംസ് 10 കിട്ടും, ബാലൻസ് 0. അപ്പൊ 255 ആണ് ഇതിന്റെ ആൻസർ, 255. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 92 എഴുതാം അല്ലേ. 92നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9ൽ 4 2s are 8, ബാക്കി 1 2. 12ൽ 2 6 2s are 12, ബാലൻസ് 0. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് 92നെ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, 46 ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്ക് 255 എന്ന് പറയുന്നത് ഓഡ് നമ്പറും 46 എന്ന് പറയുന്നത് ഈവൻ നമ്പറുമാണ്. അപ്പൊ 255ഉം 46ഉം ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ല, ഒരു നമ്പറും ഇല്ല. ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് നമ്പറിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഇതിന്റെ കോമൺ ഫാക്ടർ 2 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി LCM കണ്ടുപിടിക്കാം. LCM ഓഫ് 510,92 ഈ ഫോർമുല അപ്ലൈ ചെയ്യാലോ. LCM അറിയാം, A × B. എയും ബിയും ആരാണ്, ഇതാണ് A, ഇതാണ് B. ഇപ്പൊ ഇതാണ് A, ഇതാണ് B. നമുക്ക് എഴുതാം 510 × 92 ഡിവൈഡഡ് ബൈ HCF ഓഫ് A, B. അപ്പൊ HCF ഓഫ് A, Bയുടെ ആൻസർ എത്രയാണ്, 2 ആണ്. അതെവിടെ എഴുതി. ഈ 2ഉം 92ഉം കൂടെ നമുക്ക് വെട്ടിച്ചത് അല്ലേ. 2 കൊണ്ട് 92നെ വെട്ടി എത്ര കിട്ടും, 46. അപ്പൊ 2 കൊണ്ട് 2ന്റെ ടേബിൾ 1, 2 കൊണ്ട് 92നെ ഡിവൈഡ് ചെയ്ത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് 46. അതുകൊണ്ട് ഞാനിവിടെ 46 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 510 510ഉം ഈ 46ഉം കൂടെ ഇൻറ്റു ചെയ്താൽ LCM എത്ര എന്നുള്ളത് കിട്ടും. 510 46. 6 കൊണ്ട് 0 ഇൻറ്റു ചെയ്താൽ 0. 6 × 1 6, 6 × 5 30. 4 × 0 0, 4 × 1 4, 4 × 5 20. The answer is, ഇത് സം ചെയ്യുമ്പോൾ 0, 6 + 0 6, 4 + 0 4, 3 + 0 3 2. അപ്പൊ നമുക്ക് LCM കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണ്, 2 3 4 6 0. ഓക്കെ, അപ്പൊ അതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളോട് കണ്ടുപിടിക്കുന്ന LCM HCF ആയിക്കഴിഞ്ഞു. ഇനി ഇത് വെരിഫൈ ചെയ്യണം അല്ലേ. LCM HCF ഇൻറ്റു ചെയ്യുമ്പോൾ അതേ ആൻസർ ആണ് ഈ നമ്പറുടെ പ്രോഡക്റ്റ്. അപ്പൊ HCF LCM കൂടെ ഇൻറ്റു ചെയ്യാം. ഇതിന്റെ 2 × ഇത് അല്ലേ, 23,460. അപ്പൊ 23,416 ആണ് ഇത്, ഈക്വൽ ടു നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യണം അല്ലേ. LCMഉം HCF LCMഉം തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്യണം. നമ്പറുകൾ എന്ന് പറയുന്നത് എന്താണ്, 510ഉം 92 ആണ് നമ്മുടെ നമ്പറുകൾ. 510 × 92. ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 0 0, 2 × 6 12, ബാലൻസ് 1. 2 × 4 8, 8 + 1 9. 2 × 3 6, 2 × 2 4. ഈ സൈഡ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സൈഡ് ഇവിടെ ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ എങ്ങനെ ഇൻറ്റു ചെയ്യാം, 510നെ 92 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 0 0, 2 × 1 2, 2 × 5 10. ഓക്കെ, 9 × 0 0, 9 × 1 9, 9 × 5 45. അപ്പൊ 0 2 9, 5 + 1 6 4. അപ്പോൾ 4 6 9 2 0. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളോട് അവർ പറഞ്ഞിരിക്കണം എന്താണ്, LCM HCF ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ തന്നെ പ്രോഡക്റ്റുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴും ആ നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രോഡക്റ്റിന്റെ ആൻസറും സെയിം ആയിരിക്കണം ആണല്ലോ.
ഈ ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് സെയിം ആണ്. സോ വെരിഫൈഡ്. LCM ഇൻറ്റു HCFന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ മതി. 510 ഇൻറ്റു 92 ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കാണാം. തേർഡ് ക്വസ്റ്റ്യനിലെ നമ്പർ എയും ബി നമ്പറുകൾ ഏതൊക്കെയാണ്? 336 ആൻഡ് 54. അപ്പൊ HCF ഓഫ് 336,54 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. 336,54. 336 ആൻഡ് 54. നോക്കൂ, ഇവിടത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്, ഇവിടെ 4 ആണ്. സോ ഈ നമ്പർ വന്നിട്ട് ഈവൻ നമ്പർ ആണ്, ഇതും ഈവൻ നമ്പർ ആണ്. രണ്ട് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ലീസ്റ്റ് ഡിജിറ്റ് ആവുന്ന ലീസ്റ്റ് നമ്പർ ആവുന്ന 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 336 എങ്ങനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2ന്റെ ടേബിൾ 3ൽ എത്ര വട്ടം? ഒരു വട്ടം അല്ലേ? 1 2s are 2, ബാലൻസ് 1, പിന്നെ ഈ 3, പിന്നെ 2ന്റെ ടേബിൾ 6 times 12, ബാക്കി 1, പിന്നെ ഈ 6. 2ന്റെ ടേബിൾ 8 times അല്ലേ? 8 2s are 16, 0. അപ്പോൾ 168 ആണ് ആൻസർ. 3 ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 168 ആണ് ആൻസർ. ഇനി അടുത്ത് നമുക്ക് 54നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 54നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ന്റെ ടേബിൾ 5ൽ എത്ര വട്ടം? 2 times 4, ബാക്കി 1, പിന്നെ 4. 2ന്റെ ടേബിൾ 40ൽ എത്ര വട്ടം? 7 times അല്ലേ? 7 times 40, ബാക്കി 0. അപ്പോൾ 27 ആണ് 2 കൊണ്ട് 54നെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ 27 ഞാൻ ഇവിടെ എഴുതി. അപ്പം ഞാൻ ഇത് രണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, അത് എഴുതി. ഇനി ഇവർ രണ്ടുപേരെയും കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ 8 ആണ്, സോ ദിസ് ഈസ് ഈവൻ നമ്പർ. ഇവിടെ 7 ആണ്, സോ ദിസ് ഈസ് ഓഡ് നമ്പർ. ഒരു ഈവൻ നമ്പർ ഒരു ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് ഡിജിറ്റ് ആവുന്ന 3 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 3 കൊണ്ട് പറ്റുമോ നോക്കാം. 168നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 5 3s are 15 അല്ലേ? 15 വരെ പോകും. അപ്പോൾ 16 50 പോയാൽ ബാക്കി 1, പിന്നെ 8. 6 3s are 80. 6 3s are 80, 18. അപ്പോൾ 0. അപ്പം ഇത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഇനി ഇതും പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറ്റുമല്ലോ. 3ന്റെ ടേബിൾ 9 വട്ടം പറഞ്ഞ 9 times പറഞ്ഞ 27 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3യുടെ ടേബിളിൽ 168 56 times. 168നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 56. ഇനി 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആണ് ആൻസർ. അത് കിട്ടി. ഇനി അടുത്തത് നോക്കിയാൽ ഇത് ഈവൻ നമ്പർ ആണ്. 56 എന്ന് പറഞ്ഞ ഈവൻ നമ്പർ, ഇത് ഓഡ് നമ്പർ ആണ്. സോ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, പക്ഷെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഏത് ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇത് രണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഈ രണ്ട് നമ്പറിനെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അപ്പോൾ 2ഉം 3യും കൂടെ ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും. സോ 6 ഈസ് ദ HCF ഓഫ് 336,54. ഈ രണ്ട് നമ്പറിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? 6 ആണ്. ഇനി LCM ചെയ്യാം. LCM of 336,54 is equal to, നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ LCM അറിയണമെങ്കിൽ എന്താണ്? ഈ രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. അതായത് 336 ഇൻറ്റു 54 ഇൻറ്റു ചെയ്തിട്ട് താഴെ കിട്ടിയ HCF എഴുതി കൊടുക്കണം. നമുക്ക് കിട്ടിയ HCF എത്രയാണ്? 6 ആണ്. അതെടുത്ത് അവിടെ എഴുതണം. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഈ 6ഉം ഈ 54ഉം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 6ന്റെ ടേബിളിൽ 6 ഒരു വട്ടം. 6ന്റെ ടേബിൾ 6ൽ എത്ര വട്ടം പറയാം? ഒരു വട്ടം പറയാം. 54ൽ 6ന്റെ ടേബിൾ എത്ര വട്ടം പറയാം? 9 വട്ടം പറയാം അല്ലേ? 9 6 are 54 ആണ്. അപ്പൊ 6ന്റെ ടേബിൾ 9 ടൈംസ് ഇവിടെ പറയാം, 9. ഓക്കെ. അപ്പൊ 336നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് LCM കിട്ടും. അപ്പൊ 9 കൊണ്ട് ഞാൻ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇത് എത്രയാണ്? 6 × 9 54, 4 എഴുതി, ബാലൻസ് 5 എഴുതി.
3 ഇൻറ്റു 9 എത്രയാണ് 27. 27ൻ്റെ കൂടെ 5 കൂട്ടി എത്ര കിട്ടും 27 32. 32ന് 2 എഴുതി, ബാലൻസ് 3 എഴുതി. 9 ഇൻറ്റു 3 27. 27 പ്ലസ് 3 13. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 3024 ആണ്. ആണ് LCM. അപ്പോൾ HCF LCM കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും വെച്ചുകൊണ്ട് ഇത് വെരിഫൈ ചെയ്ത് കാണിക്കേണ്ടി വരും. കാരണം വെരിഫൈ ചെയ്യാൻ ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, HCF ഇൻറ്റു LCM. HCF ഓഫ് ഇത് എത്രയാണ് 6 ഇൻറ്റു LCM ഓഫ് A, B. LCM ഓഫ് ദിസ്, ദിസ് എത്രയാണ് 3024 ഈക്വൽ ടു A ഇൻറ്റു B. ഇവിടുത്തെ എയും ബിയും ആരാണ് 336ഉം 54 അല്ലേ. അപ്പം 336 ഇൻറ്റു 54. 6 കൊണ്ട് 4നെ എൻഡ് ചെയ്താൽ എത്ര കിട്ടും 24 കിട്ടും അല്ലേ. 24ൽ ഞാൻ 4 എഴുതി, ബാലൻസ് 2. 6 ഇൻറ്റു 2 12. 12ൻ്റെ കൂടെ 2 കൂട്ടിയ 14, ബാലൻസ് 1. 6 ഇൻറ്റു 0 0. 0 പ്ലസ് 1 1. 6 ഇൻറ്റു 3 18. ഓക്കെ, അപ്പം ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 336നെ എത്ര 54 കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. 4 ഇൻറ്റു 6 എത്രയാണ് 24. 2 എഴുതി. 3 ഇൻറ്റു 4 12. 12 പ്ലസ് 2 14, ബാലൻസ് 1. 3 ഇൻറ്റു 4 12. 12 പ്ലസ് 1 13. 5 ഇൻറ്റു 6 13. 0, ബാലൻസ് 3. 5 ഇൻറ്റു 3 15. 15 പ്ലസ് 3 18, ബാലൻസ് 1. 5 ഇൻറ്റു 3 15. 15 പ്ലസ് 1 16. 4 4. 8 പ്ലസ് 3 8 പ്ലസ് 3 11. 1, ബാലൻസ് 1. 1 പ്ലസ് 1 ഇവിടെ 6 ഉണ്ട്. 1 പ്ലസ് 1 2. 2 പ്ലസ് 6 8. പിന്നെ എന്തുണ്ട് ഈ 1 ഉണ്ട്. അപ്പോൾ 1 8 1 4 4. സെയിം ആണല്ലോ. ഇവിടെയുള്ള സെയിം ആൻസർ ആണ് ഇവിടെ കിട്ടിയത്. അവർ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ഇൻറ്റു ചെയ്താലും ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ രണ്ടും ഈക്വൽ ആണ്. ഇവിടെ ഉള്ളത് ഈക്വൽ ആണല്ലോ. ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് ഇത് എന്തെന്ന് എഴുതാം, വെരിഫൈഡ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് എന്തെന്ന് എഴുതാം, LCM ഇൻറ്റു HCF is equal to 336 ഇൻറ്റു 54. ഇവിടുത്തെ LCM HCF ഇൻറ്റു ചെയ്യുന്നതും ഈ രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതും ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം ഈ ഒരു സെക്ഷൻ രണ്ടാമത്തെ എക്സസൈസ് 1.1ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇതിൽ 3 സെറ്റും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കഴിയണം. എങ്ങനെയാണ് അതിൻ്റെ LCM HCFും കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. താങ്ക് യു.